മോർണിംഗ്. അട ഉണ്ടാക്കാന്ന് വിചാരിച്ചേന്, നല്ല മധുരം വെച്ച് അടയും കൂട്ടി ചായ കുടിക്കാന്ന് വിചാരിച്ചേന്. പക്ഷെ ലേശം അങ്ങ് ഉറങ്ങിപ്പോയിട്ടാ. ഒരു വയ്യുമില്ല, 7:45 ഇപ്പോൾ എണീച്ച്. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ചായ കുടിച്ച് കഴിയുമ്പോഴേക്ക് മൈമ്പാവും. അതുകൊണ്ട് പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടും ഉണ്ട്. മൂപ്പര് പറഞ്ഞു ഇവിടെ അങ്ങോട്ട് വേറൊരു കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു കടയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ചെന്ന് നോക്കട്ടെ എന്താണെന്നുള്ളത്. നല്ല നൂൽപ്പിട്ടോ കടലക്കറിയാണ് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നത്. 2 പീസ് ചിക്കൻ 2 പൊറോട്ടയും എല്ലാം കഴിക്കണം എന്നൊക്കെ മനസ്സിലുണ്ട്. നോക്കുക അവളെ മുമ്പ് ഇപ്പം എങ്ങനെയാണ് തിന്നുക അതുകൊണ്ട് പല്ല് വരെ എത്തിച്ചില്ല കേട്ടോ. പല്ലൊക്കെ കണ്ടാണ് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടിലം കടയാന്ന് പറഞ്ഞ് വന്നതിനും ഇവിടെ അടച്ചിക്കിട്ടാ. അപ്പോൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഉള്ളത്. അവിൽ കുഴച്ചാൽ മതിയേന്. ചങ്ങായിൻ്റെ വാക്കും കേട്ട് കടലയും പിന്നെ പുട്ടും വാങ്ങാന്ന് വിചാരിച്ച് ഇവിടെ വന്നതിന്. അഹങ്കാരം അല്ലാണ്ട് എന്താ. അവിടെ ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. ഇത് ഇങ്ങോട്ട് മണ്ടിയതല്ലേ, അതിനുള്ള കിട്ടിയതാ. പല്ലി വെച്ചിട്ട് വരാനല്ലേ. ഇപ്പൊ ഒരു മനുഷ്യനെ കണ്ട എങ്ങനെയാണ് വർത്താനം പറയാന്നാ ഞാൻ വിചാരിക്കുന്നത്. അവസാനം നമ്മൾ റഹ്മാനിയയിലെത്തിയിട്ടാ. എന്തെല്ലാം വാങ്ങി. അപ്പൊ ഗൈസ് പുറഞ്ചം തിന്നാൻ പോവുകയാണ്. പൊറാട്ട 2 ഉള്ളൂ കേട്ടോ. അടിയിലൊരു വടകളുണ്ട് ഇങ്ങനെ പൊന്തി വെക്കുന്നതാണ്. ഇന്നൂന് മസാല ദോശയാണ് വാങ്ങിയത്. ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല, കടയിൽ നിന്ന് വാങ്ങി തന്നെയാ. 4 ആൾ അറിയട്ടെ. എന്താ ഹോട്ടലിലുള്ള വീഡിയോ ഒക്കെ എടുത്തേക്ക്. ഇനി അറിയാലോ ഒന്നുമില്ലേ. ഗർഭിണിക്ക് കൂവപ്പൊടി കഴിക്കാൻ പറ്റുമോ എന്ന് കുറേ ഇങ്ങനെ ടെൻഷനിൽ നിന്നതിന്. അപ്പോൾ അവസാനം നമ്മൾ സാറോട് ചോദിച്ചപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിക്കുന്നതിനെ ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ശേഷം കൂവപ്പൊടി കലക്കി കുടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ കൂവപ്പൊടി പിന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വന്ന് പറയട്ടോ. ഞാളിപ്പോൾ എന്ന് പറഞ്ഞാൽ ലേശം വെല്ലം ഇടാനാണ് വിചാരിക്കുന്നത്. വെല്ലവും കൂവയും കൂടി. പിന്നെ അപ്പുറത്തെ കൊണാട്ടോട് 1 ഗ്ലാസ് പാല് വാങ്ങിയേനു. ഓല് വാങ്ങിയ പാലിൻ്റെ അകത്തുനിന്ന് പിന്നെ എരന്നേരം ലേശം കിട്ടീനു കേട്ടോ. എരന്ന് വാങ്ങിയതായത് ഇതാ. കടയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചേനു. അപ്പോൾ അവിടെ ഇത് ഫ്രഷ് നേച്ചുറൽ പാലാണ്. അപ്പോൾ ഓനങ്ങ് പോയി ഇവിടെ കൊണ്ടുവന്നെങ്ങായി. ഞങ്ങളാദ്യം അവനോട് വാങ്ങലുണ്ടേനു. ഇപ്പം ഞങ്ങൾ നിർത്തി വെച്ചതിനും. ഇപ്പോൾ 1 ഗ്ലാസ് പാലങ്ങനെ കിട്ടിയിരിക്കും. ഗൈസ് കൂവപ്പൊടി എന്ന് പറയുന്ന ഐറ്റം ഇതാണ്. ഇപ്പോൾ ഇത് കാണാത്ത നമ്മൾ വീഡിയോ കാണുന്ന പോലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. തെക്കൻ ജില്ലകളിലൊക്കെ ഇതുണ്ടോയെന്നൊന്നും അറിയല്ല. ഇതുണ്ടോല്ലോ തിരുവനന്തപുരത്തല്ല ഇതുണ്ടോ കൂവപ്പൊടി? എല്ലായിടത്തിലും ഉണ്ടോ? ഇത് എത്ര എടുക്കേണ്ട അളവ് എങ്ങനെയാ? ടീസ്പൂണാ? ഫാമിലി സ്പൂണോ? ഉമ്മാളോ എനിക്ക് കൊടുത്തിട്ട് തിരിച്ച് വന്ന് അതിൽ നിന്ന് എടുക്കാം അല്ലേ. അപ്പൊ 2 സ്പൂണ് നിറച്ചു ഇതെടുത്തേക്ക്. ഇത് പച്ചവെള്ളത്തിൽ അലക്കണ്ടേ അല്ലേ? ഉപ്പിടണോ? ഉപ്പൊരു നുള്ള. ഓക്കെ. എന്നിട്ട് ഇത് പച്ചവെള്ളത്തിൽ അലക്കണ്ടേ. ഈ സിങ്കിൽ എപ്പോൾ ചുരുങ്ങിയത് 2 പാത്രം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ. എന്നിട്ട് നന്നായി കലക്കി യോജിപ്പിക്കുക. അപ്പോൾ ഗൈസ് നമ്മളിതാ കൂവ ആക്കാൻ പോവുകയാണ്. ആദ്യം ഇത് പാത്രം കഴുകിയിട്ട് ലേശം പച്ചവെള്ളം എടുക്കുക. അതിൻ്റെ പാല് വരണ്ടേ? പാല് ലാസ്റ്റ് ആവുക. അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യം കുറച്ച് വെള്ളം അളന്നെടുക്കണം. കൂവ വെള്ളം ആദ്യം പാരട്ടെ. കലക്കിയ വെള്ളം പാല് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഒരു കോപ്പ വെള്ളമായിട്ട് പാരാം. എന്നിട്ട് പാല് വയ്യാലേ. കണ്ട് പഠിച്ചോട്ടോ. കൂവൊന്നും കലക്കുന്ന അറിഞ്ഞോടാണ്ട് ഒരാളുണ്ട്, ചാപ്പമാനാണ്. അതുകൊണ്ട് ഓരോന്നിങ്ങനെ എടുത്ത് പറഞ്ഞു തരുന്നു. ഇത് ഇങ്ങോട്ട് ചോദിച്ചാണെങ്കിലും ഇനി നമുക്ക് എരന്ന് വാങ്ങിയ പാലെടുക്കുക.
എന്ത് ഇഞ്ഞല്ലേ പറഞ്ഞ നാടൻ തന്നെ വേണമെന്ന് മറ്റേ മൂപ്പരൊക്കെ ആ വേഗം ഒരു വേക്കറ്റ് അതിന് ഓല പോയിക്കും അല്ല നേരത്തെ പോവും. നമ്മൾ ഇന്ന് എത്ര മണിക്ക് അണീച്ചേ? അത് ഓർമ്മ ഉണ്ടോ? മഴയാ ഇവിടെ എല്ലാം കൂടി കോടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്ത് ചിന്നം ഭിന്നം പെയ്യുന്ന മഴ. മൂന്നാറ്. അപ്പൊ ഇത് തുള്ളി പതക്കും വേണോ പാലുകാരൻ്റെ? ശർക്കര ഇപ്പൊ ഇടാനായോ? ശർക്കര ഏതാ വേണ്ടിയേ? മറ്റേ ഇവല് കൊണ്ടെത്തന്നേറ്റാലാ. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളോട് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതിനും, പക്ഷേ നമുക്ക് മാണ്ടിയ ഈറ്റാലല്ലേനും അച്ച് പോലത്തെ അതിനും ഒരു വീഡിയോ കാണുന്നുണ്ടാവും എന്നറിയാം. എന്നാലും ഞങ്ങൾ പറയാം ഞങ്ങൾ തന്നതിന് പെരുത്ത് നന്ദിയുണ്ട്, എന്നാലും ഞങ്ങൾ ഈറ്റാലല്ലേനും കേട്ടോ ഉദ്ദേശിച്ച്. അച്ഛനും മാണ്ടിയ അച്ച് സാരമില്ല. ഇത് മുറിക്കാൻ ഇപ്പൊ 4 ആൾ വേണ്ടി വരും, അതാ പ്രശ്നം. ഇവക്ക് വെള്ളമെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള കറുത്തൊന്നും ഇവക്ക് പറ്റുമല്ലോ. എന്നിട്ട് നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ച വെല്ലയിലിടുക ലേശം കേട്ടോ. 5-6 വണ്ടി വിളിക്കും അതും ഇടാം. അപ്പൊ ഗൈസ് ഇതായിണ്ട് കേട്ടോ. ഇതെന്നാ ഒരു തെരുത്ത് പോയ പാല് പോലെ. ഇതിങ്ങനെ തന്നെ ഉണ്ടാവുക കഴിഞ്ഞോ? തെരുത്ത പാല് പോലെ ഇല്ല, കേട് വരുമോ ഇത്? അല്ല നിങ്ങൾ തന്നെ ഉണ്ടാകുക. കലക്കി അങ്ങ് അടിക്കുക തന്നെ, വേറെന്ത് ചോയ കുടിച്ചോട്ടെ. വാവ്, ഒന്നാം തരമായിരിക്കുന്നു. വെറുതെ പറയാന്ന് വിചാരിക്കരുത് കേട്ടോ, സൂപ്പറാ. ഓവറൊന്നുമില്ല. പാൽപ്പായസം പോണുണ്ട്. എന്താ അപ്പോൾ ഗൈസ് ഇങ്ങനെ ഇളക്കി അങ്ങ് കുടിക്കുക. ഇത് വെള്ള കളറിൽ ഉണ്ടാക്കുക കേട്ടോ. പഞ്ചാര ഇട്ടാൽ വെള്ള കളറും ബെല്ലം ഇട്ടാൽ ഇതുപോലൊരു പിന്നെ കാപ്പി കളറുമായിട്ടാണ് ഇത് വരിക. നല്ലൊരു മിശ്രിതാണിത്, വളരെ നല്ലതാണ്, അത്യുത്തമമാണ്. പല പല രോഗങ്ങൾക്കും പിന്നെ മാരകമായ പല പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇത്. ഓക്കെ ആയിക്കോട്ടെ, എന്നാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇളക്കിയിട്ട് തണിഞ്ഞിട്ടൊക്കെ കൊടുക്കുക, അത്ര തന്നെ. ഈ മഴയാണ് ഗൈസ്. ഇതെന്തായാലും ഇപ്രാവശ്യം നല്ല മഴ തന്നെ. ഇപ്രാവശ്യം കുറച്ച് നല്ലവണ്ണം മഴ കിട്ടിയില്ല. ഈ മഴയത്ത് നല്ല പൊരിച്ച കോഴിയും ഒരു ബിരിയാണി കഴിക്കാൻ എന്ത് രസമുണ്ടാവും അല്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടോ? ഇല്ല. കൂവപ്പൊടി എങ്ങനെയുണ്ട്? കൂവാലൊക്കെ ഉള്ളോ? കട്ടിയായി പോയിക്ക്. അതെന്താ? പൊടി കൂടി പോയതാ? ഞാൻ 2 സ്പൂണേ എടുത്തിയുള്ളൂ. ഏസം കട്ടിയായി പോയി കേട്ടോ. ആട്ടോ എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടാ. ഇത് പായസം പോലെ ഉണ്ട്. എന്താ അപ്പൊ ഇന്ന് ചോറൊന്നും ഇല്ല കേട്ടോ. കൂവയും കലക്കിയിട്ട് കുടിച്ചിട്ട് അവിടെ കിടന്നോ. ഇതാ കറിയൊന്നും വെച്ചില്ല. മീൻ പൊരിക്കുവാൻ പെരക്കി വെക്കട്ടെ അല്ലേ. അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങൾ സ്രാവ് പൊരിക്കാനാണ് പോകുന്നത്. ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്കൊന്നും നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഇതിങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പൊരേന്റെ മുതലാളിമാർ കാണണ്ട. ഉയ്യന്റെ അമ്മയെ എങ്ങനെ കൊടുത്ത വീടിന്റെ ഫ്രിഡ്ജിന് ഇവരിതെന്താക്കി വിട്ടതാന്ന് വിചാരിക്കും. അപ്പൊ നല്ല സ്രാവുണ്ട്, നല്ല മുരിഞ്ഞത് നോക്കി 2 എണ്ണം എടുത്തിട്ട് നമുക്കത് പൊരിക്കാനെടുക്കാം. അപ്പൊ മീൻ തൊട്ടാൽ കൈ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഫോൺ പിടിക്കും, അതുകൊണ്ട് ഫോൺ അടക്കട്ടെ. ഇത് 2 എണ്ണം എടുക്കാല്ലേ, അതാണല്ലേ. 150 ഉറുപ്പ്യക്ക് 1/2 കിലോ സ്രാവ് കിട്ടിയതാണ് കേട്ടോ. എന്താ ഇവിടെ മീനിനൊക്കെ വില കൂടുതലാന്ന് അറിയൂലേ. സ്രാവ് 150-500 നമ്മളായിട്ട് കിട്ടുക. അതും നല്ലോണം പിന്നെ മുറിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ മുറിക്കണ്ടേ? മുറിച്ച് തരുമോ? ആണ്. എന്നാലും ഇപ്പൈസൊക്കെ ഒന്നും കിട്ടുമല്ല, അതുകൊട്ടെ ബടിച്ച് തിന്നിട്ട്. മിന്നുവിൻ്റെ പ്ലേറ്റ് ലേശമുണ്ട്. മിന്നോക്ക് സുഖമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അതും കൂടി ഇപ്പം ഞാനങ്ങ് തിന്ന് തീർത്ത വേറെ വിഷയമൊന്നുമില്ല. ഇന്ന് പറയാൻ മാത്രമുള്ള ചോറും കൂട്ടാനും ഒന്നും ഞാളാടില്ലേനു കേട്ടോ. മുളക് പൊടിയും ഞാൻ മെയിനായിട്ട്. പിന്നെ രാവിലെ മസാല ദോശ വാങ്ങിയപ്പോൾ ലേശം സാമ്പാർ ഫ്രീ കിട്ടീനു, അത് ഉപയോഗിച്ചതാണ്. പിന്നെ 2 സ്രാവ് പൊരിക്കുകയും ചെയ്തു. അങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്ത കേട്ടോ.
2 പഴം അപ്പുറന്ന് കെടുന്ന് അതെടുത്തിട്ട് വൈകുന്നേരം വേറെ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങിങ്ങായിട്ട് പാത്രങ്ങൾ സ്വാഭാവികം, അങ്ങോട്ടൊന്നും ഞങ്ങളെ കാണിക്കുന്നില്ല. പോക്കുലേഷൻ ഗുളിക എടുത്ത് കൊടുത്തിട്ട് ബാക്കി പണിയിലേക്ക് കടക്കണം കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളത്തെ ഉച്ചേൻ്റെ സമയം. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് വൈകുന്നേരം കാണാം. ഇവിടെ ലേശം ഉറുമ്പിൻ്റെ പൊടിയെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉറുമ്പിങ്ങനെ പരക്കാൻ പായുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാന്ന് രീതിയില്ല, കുറേ എണ്ണം ചത്ത് മലച്ച് കിടക്കുന്നുമുണ്ട്. ഇവിടെ എവിടെ പോയാലും ഞാനവിടെ പോയാലും അവിടെ ഒരു കുറേ ഉറുമ്പുകൾ ഇങ്ങനെ തിത്തിത്തായി കളിക്കും. ഭാര്യയൊക്കെ കഥ ലുട്ടാപ്പിൻ്റെതോ അല്ലെങ്കിൽ ഡാഗിനിൻ്റെതോ. മനുഷ്യനിവിടെ നിൽക്കുവാൻ നേരമില്ല ആളെ. പാത്രം കഴുകി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തീരാത്ത കഴുകല്ലോ അവിടെ വരുന്നു. അപ്പൊ ഗൈസ് റിയാസ്ക പുതിയ കാർ ഇറക്കിയിട്ടുണ്ട്. ചെരുപ്പ് കൈ പിടിച്ച നടക്കല് മാറി മാറി ഇടാലോ. ഇത് പുതിയതായിട്ട് ഇറക്കിയ കാറാണ് കേട്ടോ ഇത്. റിയാസ്ക എത്ര വയസ്സായി? വെറുതെ ഷോറൂം കിടക്കുന്ന ആണ്ടരങ്ങ് എടുത്തോണ്ടോ കളി തന്നെ. അപ്പൊ ഗൈസ് വൈകുന്നേരമായി, എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമാണ്. 2-3 കായ അങ്ങനെ വാടി കെടുവാനായി നിൽക്കുന്ന കണ്ടേ. അപ്പൊ അതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മിന്നു ഒരു ഐഡിയ പറഞ്ഞാണ് നല്ലോണം കായ് വാട്ടി ഞാന് കായ്പോള ഉണ്ടാക്കാൻ. അപ്പോൾ ഓള് പറഞ്ഞല്ലേ തട്ടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കായ് ചെറുങ്ങനായിട്ട് മുറിച്ചിട്ട് പിന്നെ ലേശം അല്ലേ യൂട്യൂബിലുള്ളവർ പറയും പോലെ നല്ല ആശയായി. ഓള് പറയാ ലേശം കായ അങ്ങോട്ട് നീക്കിയിട്ട് സൈഡിൽ അണ്ടിപ്പരിപ്പ് അങ്ങ് ഇട്ടോള് കണ്ടി, അതിനായിട്ട് വേറെ തേശം ഒന്നും ഉണ്ടാക്കണ്ടാന്ന്. അപ്പോൾ ഇവിടെ തന്നെ ഇടാന്ന് വിചാരിച്ച് അണ്ടിപ്പരിപ്പ് തേശം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 4 മുറിച്ച് ഇടുക. ഓക്കെ, അതാണ് എടുത്ത പണി. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടാണ്. ഇതെന്താ വളഞ്ഞ് പറയുന്നേ? എന്തോ ഉറക്കണ്ടാന്ന് നീ അങ്ങനെ നോക്കിയില്ല? ഉയ്യൻ്റെ അമ്മേ ആയാ പറയണ ആളെ ഞാൻ നോക്കുന്നൊന്നുമില്ലേ. ഞാൻ ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ തിന്ന് ക്യാഷ് പോയിപ്പം തീരും. ഉള്ളിലൊക്കെ വേഗം അല്ലേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ ഇത് നിറച്ച് പാത്രമായിരിക്കും. അപ്പോൾ ഗൈസ് ഏകദേശം സമയമായി. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. നമ്മളിതാ വാവ് പൊളിയായി കേട്ടോ, രക്ഷയില്ല. കിണ്ണം കാച്ചിയ സാധനം പറ്റുന്നൊന്നുമില്ല അവളെ. അങ്ങനെ തന്നെ എടുക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ ജിംഗാൽഫി ഗുലാഫിക്ക. കായ് പോള, കായ് വാട്ടിയ പോള തൊട്ട് നോക്കുന്നോ അല്ലേ? സംസം ഉണ്ടാക്കിയ നാളെ ആട്ടം അങ്ങനെ ആയി പോകുന്നില്ല. ഒരു പ്ലേറ്റിലേക്ക് കൊമ്പെടുത്തല്ലേ പ്ലേറ്റ് എല്ലാം പിന്നെയും നിറഞ്ഞു വിടാല്ലേ. വാ എൻ്റെ മോളെ എന്തൊരു ഫിനിഷിങ്ങാ. വാവ്, ഒന്ന് നോക്കി ഫിനിഷിങ് നോക്കി. ഇനിയിപ്പോൾ അടുത്തത് കൊളായി പോകുന്ന പറയാണ്ട് ഇനി ഇങ്ങനെ ആയോണ്ട് കറക്റ്റ് വീഡിയോ എടുത്ത് തന്നായിക്കില്ലേ. ഇതോണം കിട്ടി. ഞാനിപ്പോൾ ഇത് പഠിച്ചില്ലേ. കടയിൽ ഓർഡർ എടുത്ത് കൊടുത്താലേ ശോ. അപ്പൊ വേറൊരു ഇതങ്ങനെ ഇപ്പൊ തിരിച്ചിടുവാ? അത് വേറെ പ്ലേറ്റ് ഒന്നും വേണ്ട, കൈ കൊണ്ടങ്ങ് എടുത്താ മതിയാ. അങ്ങനെ വാ മിന്നെ തിരിച്ചിട്ട് ഗൈസ്. നിങ്ങൾ ആള് ഇറക്കിയില്ലാലോ. വാ അപ്പൊ ഇവിടെ 2 പിന്നെ ഇതും കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ബർത്ത്ഡേ കേക്ക് ആക്കിയാലോ. ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ ആവും. അപ്പൊ ഗൈസ് ഇതാണ്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന അറിയാം. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവക്ക് അല്ലേ. ഇനി ഇറാനി പോള ഞാൻ ഉണ്ടാക്കണോ? എന്താ എൻ്റെ മക്കളെ എത്ര വലിയ ഇതേനു 2 ബാക്കിയുള്ളൂ. ഈറ്റികളെല്ലാം ഒറ്റ ഇരിപ്പിന് തിന്നാട്ട് തീർത്ത് കളഞ്ഞല്ലോ എന്ന് വിചാരിക്കണ്ട കേട്ടോ നിങ്ങള്. എന്താ ഇന്ന് അതൊന്നൊന്നല്ല, മിന്നുവിന്റെ മുമ്പിൽ ആ പ്ലേറ്റ് ഉള്ള എന്താ അത് ഇടവലക്കാർക്ക് കൊടുത്തിയാട്ടോ. എന്നിട്ട് മുമ്പിലത്തെ പുരക്കാർക്കൊന്നും കൊടുക്കാനായില്ല. നേരത്തെ അത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇവിടെ വന്നീനു. അത് നാന്നെല്ലാം ചോദിച്ചീനു കൊണാണ്ടർ. ഞാൻ റെഡി ആയിക്കണ്ടേ തരാന്നെല്ലാം പറഞ്ഞേനു. നോക്കുമ്പോ ഇല്ലാണ്ടായിപ്പോയി. ഒരു കഷണം എനിക്ക് കൊടുക്കായിരുന്നു.
കുറച്ച് വലിയ നമുക്ക് ഉണ്ടാക്കണം ചെമ്പില്. ചെമ്പിലുണ്ടാക്കിയ അടി കിട്ടൂല, കരിഞ്ഞു പോകും. അടി അങ്ങ് എത്തിക്കളിയാ മോള് കിട്ടുമല്ലോ. എന്താ നമ്മള് കുക്കറിൽ ബ്രെഡ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഓർമ്മല്ലേ കുക്കറിന് കിട്ടാത്ത. അപ്പൊ ഗൈസ് ഇതാണ് നിൽക്കട്ടെ. ഞാൻ എന്തായാലും റിയാസ്ക്ക് ഏതോ ഒരു കല്യാണപ്പുരയിൽ പോയിട്ട് കുറച്ച് ബാക്കിയുള്ള ബിരിയാണി റൈസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിശേഷം തിന്നിട്ടെ. പീസൊന്നും ഇല്ല, ചോറേ ഉള്ളൂ എന്ന് പറഞ്ഞിക്ക്. കല്യാണപ്പുരയിലുള്ള പോലെ കാണട്ടെ. ഒരു കുറച്ച് പീസും കൊടുത്തു വിട്ടൂടെ അതിനോ? ആഹാ അങ്ങനെ ഉണ്ടോ? ശേഷം ബിരിയാണി റൈസ് ആണോ? എന്നാ പീസും കൂടെ നാളെ ഞാൻ തിന്നാനാ? എന്നാ ഞാൻ ചോറ് കഴിഞ്ഞിട്ട് അത് ലാസ്റ്റ് ഒരു മധുരം എന്തെങ്കിലും തിന്നണല്ലോ, അങ്ങനെ എന്നാ. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇത് പിന്നെ നിറഞ്ഞിട്ടോ. സാധനം ഒറ്റൊരു ഇതേ ഉണ്ടാക്കിയുള്ളൂ. ഇതെത്ര പാത്രം നോക്ക്, ആകല്ല. എല്ലാവരും എന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാ. ഇത് കാണുന്നുണ്ടോ? ഇത് ജസ്റ്റ് അടിയിലൊന്ന് വെച്ച് കഴിഞ്ഞുള്ളൂ. ഇത് കണ്ടാലോ? ഇത് കുറേ ഉണ്ട് കേട്ടോ. വേറെ എനിക്ക് വേണോ സോ? ഇനി ഒന്നണ്ട. കല്യാണപ്പുരല് എന്ന് പറഞ്ഞാൽ നല്ല തന്നെ ആയിക്കോ, പക്ഷെ എനക്ക് തികഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇനി ഒന്നുണ്ട്. ചെറിയൊരു തരിയെങ്കിലും ഇതിലുണ്ടാവോ പീസ്? എനിക്ക് നാണക്കേടാകുന്നുണ്ടല്ലോ പറഞ്ഞിട്ട്. അല്ല രസത്തിന് പറയാന്നല്ലോ, നമ്മളുടെ പീസ് കാണാത്തോല അല്ലേ? അല്ലാണ്ട് ഒരു പീസ് കിട്ടി ഇന്നോ ചിരി അടക്കുവാനായി. വാ, അങ്ങനെ ഒരു പീസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പൊളിച്ചിക്ക് എന്തായാലും പൊളിച്ച് കിടിലം ബിരിയാണി എന്ന് റിയാസ്ക പറഞ്ഞു കേട്ടോ. ഒരു ബായ് തിന്നോക്കട്ടെ. കുഞ്ഞമ്മക്ക് വെക്കുന്ന അതേ ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ഐഷുമാസ് അച്ചാറുണ്ടല്ലോ നമ്മൾ അൻഷുഫിൻ്റെ, ശരിക്ക് ഇപ്പോഴാണത് കറക്റ്റ് ആയത്. അതായത് ഏടുന്നെങ്കിലും നിങ്ങൾക്ക് പീസില്ലാണ്ട് ചോറ് മാത്രം കല്യാണം പോലെ ബാക്കിയുള്ളത് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഐഷുമാസ് പിക്കർ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബീഫാണല്ലോ ഉള്ളത്. അപ്പോൾ അല്ലേ, അതെ ഇപ്പോഴാണ് ഇത് കറക്റ്റ് ആയത്. ഇതിങ്ങനെ 4-5 പീസ് കോരി ഇടുക, ഞമണ്ടുക പീസ് ഇടാ. ഞമണ്ടും ഒരു സുഖം ഉണ്ടല്ലോ.